വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മട്ടൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ സവോള അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇതിലിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് രമ്പയില ഇടുന്നുണ്ട്. ഒരു രമ്പയിലയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ല വഴണ്ട ശേഷം മാത്രമേ ഇതിലേക്ക് മസാലകൾ ഇടുകയുള്ളൂ. നല്ലൊരു ബ്രൗൺ കളറാവണം സവോള നമ്മളിങ്ങനെ വഴറ്റി വരുമ്പോഴത്തേക്ക്. സവോള ഏകദേശം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പെരുംജീരകം ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി. പിന്നെ ഇതിലേക്ക് ക്ലീനാക്കി വെച്ചിരുന്ന മട്ടൻ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഒരു ഐറ്റം കൂടി ഇതിലിടാനുണ്ട്. പൊരിച്ച സവാളയും കൂടെയാണ് ഇതിൽ ലാസ്റ്റായിട്ട് ഇടാൻ പോകുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ചൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡിയായി. ഇത് വേറൊരു കടായിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വെള്ളം വറ്റിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അടുപ്പിലൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.